പോൺ മാസ്റ്റർബേഷൻ എന്ന അറാമിന് അടിമപ്പെട്ടിരിക്കുകയാണ് നമ്മളിൽ പലരും. നമ്മൾ മുസ്ലിംസ് ആണെങ്കിലും ഇതുപോലുള്ള അറാമിന് അടിമപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഇപ്പോഴുള്ള യുവാക്കൾ. ഈ ഒരു അറാമിന് അടിമപ്പെട്ട ഒരു യുവാവ് ഞങ്ങളുടെ അടുത്തേക്ക് വന്നു. എന്നിട്ട് അദ്ദേഹത്തിന്റെ സങ്കടങ്ങളെല്ലാം പറഞ്ഞു. അദ്ദേഹത്തിനെ ഇപ്പോൾ ഞങ്ങളുടെ മെന്ററിംഗ് പ്രോഗ്രാമിലോട്ട് ജോയിൻ ചെയ്തപ്പോൾ അദ്ദേഹത്തെ ഒരു പുതിയൊരു വ്യക്തിയാക്കി ഞങ്ങൾ മാറ്റിയിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ കുറച്ച് വാക്കുകൾ നിങ്ങൾ കേട്ടു നോക്കൂ. ഇന്ന് ഞാൻ വീഡിയോസ് കണ്ടു കഴിഞ്ഞാൽ എനിക്ക് നാളെ കിട്ടൂല, കിട്ടൂല. ഒരു പൊടിക്കോ അതാ പറഞ്ഞത്, എന്റെ മൈൻഡില് ബ്രെയിനില് എന്തോ ഒരു പ്രവർത്തനം സംഭവിച്ചിട്ടുണ്ടെന്നുള്ള എനിക്ക് ഫീൽ ആവുന്നുണ്ട്. അതായത് പൊണ്ണ കണ്ടു കഴിഞ്ഞാല് ഞരമ്പ് വലിഞ്ഞ് മുറുകിയിട്ട് തലക്കൊരു പെയിന് വരാണ്. അതാ പറഞ്ഞത്, പലർക്കും പല രീതിയിലാവും ഇതിന്റെ സൈഡ് എഫക്ട്. എനിക്ക് വന്നത് സൈഡ് എഫക്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഡ്യൂറേഷൻ കൂടി. നമ്മൾ കാണുന്ന ടൈമിന്റെ ഡ്യൂറേഷന് 8-5 മണിക്കൂറും സ്ഥിരമായിട്ട് കാണുമ്പോൾ മൈൻഡിൽ എന്തൊക്കെയോ പ്രവർത്തനം സംഭവിച്ചെന്നുള്ള ഉറപ്പാണ്. 8 മണിക്കൂറോ? ഞാൻ ഇങ്ങോട്ട് ഞാൻ കേൾക്കണം. ഞാൻ 4 ദിവസം മുമ്പ് കോഴിക്കോട് ഡി-അഡിക്ഷൻ സെന്ററിൽ പോയി. ഒറ്റയ്ക്ക് ഞാൻ പോയി. ഞാൻ അവർക്ക് പറഞ്ഞു, ഞാനൊരു ഫോൺ അഡിക്റ്റാണ്, എനിക്ക് റിക്കവർ ആവാൻ ഞാൻ 1000 തവണ ഞാൻ ശ്രമിക്കുന്നുണ്ട്, കഴിയണില്ല, എന്തെങ്കിലും ഒരു മാർഗം ഉണ്ടോന്ന് ചോദിച്ചു. അവർ പറഞ്ഞു, മോനെ പിന്നെ ഇതൊക്കെ ഇങ്ങനെ നിസ്സാരമുള്ള കാര്യമാണ്, ഇതിനൊന്നും അഡിഷണൽ വരേണ്ട ഒരു ആവശ്യമില്ല. എനിക്ക് 27 വയസ്സായി. പിന്നെ അപ്പൊ ഞാനിങ്ങനോട് പറഞ്ഞു, എനിക്കിങ്ങനെ മാറണം എന്ന് ഇങ്ങനെ ആഗ്രഹമുണ്ട്. അപ്പോൾ ഒരു പറഞ്ഞു, ഞങ്ങള് പറഞ്ഞു കഴിഞ്ഞാല് ലഹരി, അതായത് മദ്യം, മയക്കുമരുന്ന്, അതിന് പിന്നെ ഉള്ളൊരു ഡി-അഡിക്ഷൻ സെന്റർ ആണ്. അല്ലാതെ നമുക്ക് ഫോണിന്റെ സംഭവമായിട്ട് യാതൊരു ബന്ധമില്ല എന്ന് പറഞ്ഞു. ആണെന്നെങ്കിൽ ഫാമിലിയോട് സംസാരിച്ചിട്ട് പിന്നെ ഇവിടെ വന്ന് സ്റ്റേ ചെയ്യാം, ഫോണും കാര്യങ്ങളൊക്കെ ഞങ്ങൾ വാങ്ങി വെക്കും എന്ന് പറഞ്ഞു. അപ്പൊ അത് കേട്ടപ്പോ എനിക്ക് സങ്കടമായി. കാരണം എന്റെ മാതാപിതാക്കൾക്ക് അറിയില്ല. പക്ഷെ ഞാന് ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യുന്ന ആളാണ്, എന്റെ കുടുംബം നോക്കുന്നുണ്ട്, എന്റെ എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്യുന്നുണ്ട്. പക്ഷെ ഇത് ഇത്രമാത്രം ഒരു സ്ട്രെസ്സും ഇത്രമാത്രം ഒരു പെയിന് ഞാൻ അനുഭവിക്കണത് 9 വർഷമായിട്ട് ഞാൻ അനുഭവിക്കുന്നത് എനിക്ക് മാത്രമേ അറിയുള്ളൂ. ഞാൻ ഇന്ന് റെഡിയാവും, നാളെ റെഡിയാവും, ഓരോ ദിവസം ഇന്ന് റെഡിയാവും, നാളെ റെഡിയാവും ഞങ്ങളുടെ മൈൻഡിൽ ഇങ്ങനെ ഞാൻ വിചാരിക്കുന്നുണ്ട്. പക്ഷെ പറ്റണില്ല. പിന്നെ ഇപ്പം കേൾക്കണം, ഈ കഴിഞ്ഞ ബുധനാഴ്ചന്റെ അന്ന് ഞാന് കോഴിക്കോട് മെഡിക്കൽ കോളേജിലുള്ളൊരു ഡോക്ടറെ പോയി കണ്ടു. ഒരു സൈക്കാട്രിക്കുമാണ്, ബ്രെയിനിന്റെ എല്ലാ ഇതും പറയുന്ന ഒരു ഡോക്ടറാണ്. ആ ഡോക്ടറെ പോയിട്ട് കണ്ടു. ഒരു ലേഡിയാണ്. ഞാൻ പറഞ്ഞു, എനിക്കിങ്ങനെ ഫോണിൽ അഡിക്ഷൻ ഉണ്ട്, പിന്നെ എനിക്ക് റിക്കവർ ആവണം, എനിക്ക് തലക്ക് ഭയങ്കര പെയിൻ ഉണ്ട്, ഞരമ്പിന് ഭയങ്കര പെയിൻ ഉണ്ട്, സഹിക്കാൻ പറ്റണില്ല, പിന്നെ ഇതുകൊണ്ടാണെന്നുള്ളത് 100% ഉറപ്പാണ് എനിക്ക്. കാരണം വേറൊരു പ്രശ്നമില്ല, എനിക്ക് എന്റെ ഫാമിലിയിൽ ആർക്കും തലവേദന അങ്ങനത്തെ പ്രശ്നങ്ങളോ ഒന്നുമില്ല. കാരണം എന്റെ എന്താ പറയാ, മുടി വരെ പറ്റ തിന്നായിക്കണ്. പിന്നാണെങ്കിൽ തലന്റെ 2 ഫ്രണ്ട് ഭാഗത്ത് ഭയങ്കരമായിട്ട് പെയിന്. ഇതിന്ന് ഞാൻ വിട്ടുപോകുമ്പോ, ഞാൻ ചലഞ്ച് എടുക്കുകയാണെങ്കിൽ ചില ദിവസങ്ങൾ 12 ദിവസം 10 ദിവസം ഇങ്ങനെ മുന്നോട്ട് പോകും. ആ ഒരു 7 ദിവസം 8 ദിവസം 9ാമത്തെ ദിവസമൊക്കെ ആകുമ്പോ ആ പെയിന് കുറഞ്ഞു പോകും. ഇത് കാരണത്താലാണെന്ന് ഞാൻ പറയാൻ കാരണം അതുകൊണ്ടാണ്. ഇതിന്ന് ഞാൻ വിട്ടു പോകുമ്പോ എന്റെ പെയിന് കുറയും. അപ്പൊ ഡോക്ടർ 2 ഗുളിക തന്നിട്ടുണ്ട് എനിക്ക്. ഈ ഒരു സുഹൃത്തിനെ ഞങ്ങൾ ഈ ഒരു അറാമിൽ നിന്ന് മുക്തനാക്കിയിരിക്കുകയാണ് കേട്ടോ. നിങ്ങൾക്കും ഇതുപോലുള്ള അറാമായിട്ടുള്ള ദുശീലമൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക. കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ലിങ്ക് കൊടുക്കുന്നുണ്ട്, അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ. ആൻഡ് ഞങ്ങൾ തരുന്ന ഈ ഒരു മെൻറ്ററിങ് പ്രോഗ്രാം നിങ്ങളുടെ ലൈഫ് ചേഞ്ചിങ് മൂവ്മെൻറ്റിന് കാരണമായിരിക്കാം. ഞങ്ങൾ തരുന്ന ഈ ഒരു മെൻറ്ററിങ് പ്രോഗ്രാം നിങ്ങളുടെ ലൈഫ് ചേഞ്ചിങ്ങിന് ഒരു കാരണമാകും. കാരണം ഈ ഒരു പേഴ്സണൽ മെൻറ്ററിങ് ആണ് ഞങ്ങൾ തരുന്നത്. പേഴ്സണൽ മെൻറ്ററിങ്ങിൻ്റെ കൂടെ ഫുൾ ടൈം നിങ്ങളുടെ കൂടെ ലൈഫ് ടൈം സപ്പോർട്ടായിട്ട് ഞങ്ങൾ നിങ്ങളുടെ കൂടെ ഉണ്ട്. ഈ ഒരു ദുശീലത്തെ നമുക്ക് ഒരുമിച്ച് തന്നെ ഒഴിവാക്കാം.